എന്നാൽ ചിലയിടങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് കൂടി സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിച്ച സംശയത്തിൻ്റെ നിഴൽ പൊതുസമൂഹത്തിനകത്ത് പരത്താൻ ശ്രമിക്കുകയോ പരത്തപ്പെടുകയോ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടപ്പോഴാണ് ഇക്കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ചിലത് പറയണം എന്ന് തീരുമാനിച്ചത്. എനിക്കുറപ്പുണ്ട്, അന്ന് ജൂലൈ 30-ാം തീയതി എൽസ്റ്റോണിലെ പുതുനഗര സൃഷ്ടിയിൽ മാതൃകാ വീട് കണ്ട ആർക്കും ആ വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സംശയം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. സാധാരണ നിലയിൽ അവിടെ ഒരു മാതൃകാ ടൗൺഷിപ്പ് ഉണ്ടാക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. 5 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടിയുള്ള വീടുകൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? സ്ട്രക്ചറിന് ഏതെങ്കിലും വിധത്തിലുള്ള കേടുപാടുകൾ ഉണ്ടായാൽ പൂർണ്ണമായിട്ടും 5 വർഷക്കാലത്തേക്ക് ആരാണോ കോൺട്രാക്ടർ, ആ കോൺട്രാക്ടർ തന്നെ അത് ശരിയാക്കി കൊടുക്കണമെന്ന ഗ്യാരണ്ടിയോടെ നിർമ്മിക്കുന്ന വീടുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള തുക എത്രയാണെന്ന് ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ?